നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഓർമ്മയുണ്ടോ ഇയാൾക്ക്? ഞാൻ ഓഫീസ് ടേബിളിൽ വെക്കാൻ പോകുന്നത് ഈ ബോർഡാ. വായിച്ചു നോക്ക്. ശാലിനി വിഷ്ണു IAS. എത്ര വലിയ പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരായത്. വിഷ്ണുട്ടാ, നമ്മള് കാണുന്ന സ്വപ്നങ്ങളെല്ലാം വലിക്കണമെന്നില്ല. വലിക്കാഞ്ഞിട്ടാണോ ശാലിനി? ഇയാളുടെ എത്ര വർഷത്തെ കഠിനാധ്വാനം പ്രയത്നമാ. ഒടുവിൽ ഇയാളെ സ്വപ്നത്തിന്റെ തൊട്ടരികെ വരെ എത്തിയപ്പോ തട്ടിത്തെറിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ആര് തട്ടിത്തെറിപ്പിച്ചെന്നാ? വിഷ്ണുട്ടാ, ഇതിപ്പോ കളക്ടർ ആവുന്നതാണോ ഏറ്റവും വലിയ കാര്യം? ഇവിടെ ഇപ്പോ പെൺകുട്ടികളെല്ലാം ജീവിക്കുന്നത് കളക്ടറായിട്ടാണോ? വിഷ്ണുവേട്ടന്റെ ഭാര്യയാണെന്നുള്ളത് തന്നെയല്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. സത്യമെ പോലുള്ള അമ്മയും കുട്ടിക്കാലത്ത് കിട്ടാതെ പോയ അച്ഛന്റെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടിയില്ലേ? പിന്നെ കൂടെപ്പിറപ്പിനെ പോലെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നൊരു നാത്തൂനും, നമ്മുടെ ജീവന്റെ ജീവനായ പാറു. ഈ ലോകത്തേക്കാൾ എന്ത് വലിയ സ്വർഗം എനിക്ക് കിട്ടാനുള്ളത്? വിഷ്ണുവേട്ടൻ ഇനി ഈ വിഷയം സംസാരിക്കരുത്. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ആ സ്വപ്നം മായ്ച്ചു കളഞ്ഞു. സത്യമ്മ പറഞ്ഞത് തന്നെയാ ശരി. നിങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ട നല്ല സമയങ്ങളാ കളക്ടറായി കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കേണ്ടി വരുന്നത്. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ കളക്ടർ ആവാനുണ്ടാവും. പക്ഷെ ഇവിടെ എനിക്കൊരു പകരക്കാരി ഉണ്ടാവില്ല വിഷ്ണുട്ടാ. നിന്റെ ജീവിതമാണ് ഇപ്പോ അത്. നിന്റെ മാത്രമല്ല, നമ്മളെ 4 പെണ്ണുങ്ങളുടെ ഒരു കുടുംബത്തിന്റെ കച്ചിത്തുരുമ്പ്. മനസ്സിനുള്ളിൽ തെളിച്ചു വച്ചിരിക്കുന്ന ആ കെടാവിളക്ക് ഈ നിർണായക നിമിഷത്തിൽ അണച്ചു കളയരുത് നീ. 18 വർഷത്തോളം ശാരദയും മക്കളും ഒരു നാടിനു വേണ്ടി തീ ഊതിയതും കരി പിടിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം പറഞ്ഞാലേ ഇതെങ്ങനെയെങ്കിലും തലേന്നൊന്ന് ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാനും. പക്ഷേ ആ സ്വപ്നവും കണ്ടോണ്ടിരിക്കുന്ന അമ്മയോട് ഞാനിതെങ്ങനെ പറയാനാ? എന്റെ ഒരു പൊട്ട ബുദ്ധിക്ക് വിഷ്ണുവേട്ടനോട് ഇക്കാര്യം പറഞ്ഞുപോയി. അതും കല്യാണത്തിന് മുമ്പാ. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ മനസ്സാകെ മാറിപ്പോയമ്മേ. കുടുംബത്തിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നതാ സന്തോഷമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കളക്ടർ ആവണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയോടും വിഷ്ണുവേട്ടനോടും ഒക്കെ ഞാനിതെങ്ങനെയാ പറയാ?
സത്യം പറഞ്ഞ സത്യാമ്മ എനിക്കൊരു രക്ഷയായി. നിങ്ങളോടൊക്കെ ഇക്കാര്യം എങ്ങനെ പറയണമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മോളെ, അമ്മയുടെ സങ്കടം ഇനിയും മാറില്ലെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങ് വടി, നമുക്കേ ഇവളെ കളക്ടറാക്കാം. എന്താടി നോക്കുന്നെ? അതെ, വലിയ ബാലി കയറാൻ മലയൊന്നും അല്ല ഈ സിവിൽ സർവീസ്. നിന്റെ കുഞ്ഞേച്ചിക്ക് 2ാം റാങ്ക് കിട്ടാന്നുണ്ടെങ്കിലേ നിനക്കും പാസ്സാവും സിവിൽ സർവീസ്. മനസ്സിരുത്തി പഠിച്ചാൽ മാത്രം മതി. പിന്നെ അത്യാവശ്യം പൊതുവിജ്ഞാനവും വേണം. നിനക്കുള്ള ട്രെയിനിങ് ഞാൻ തരാം. കുഞ്ഞേച്ചി, എടി എടി, നീ എന്തിനടി കരയുന്നേ? ദേ, മക്കളിൽ ഒരാളെ കളക്ടർ ആക്കണമെന്ന് അമ്മ എടുത്ത നിർബന്ധ. അത് ഞാനാവണമെന്ന് ഒരു നിർബന്ധമില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അച്ഛ, ഒന്ന് പറഞ്ഞു കൊടുക്കച്ച. വിഷ്ണു ഏട്ടാ, ഒന്നും ഞങ്ങൾ ഇറങ്ങുക. എന്റെ മോൾ ഇനി അഭിനയിച്ച് തളരണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കാണുന്ന സ്വത്തെല്ലാം പിള്ളേരെ ഏൽപ്പിച്ച് ആശ്രമത്തിൽ സ്വാമിയുടെ കൂടെ കഴിയണമെന്ന എന്റെ ആഗ്രഹം. അങ്ങനൊരു സാഹചര്യം വന്നാൽ എന്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത്. അതാണ് സേതുമാധവന്റെ ആഗ്രഹമെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് ബാക്കി ആലോചിച്ചാൽ മതി. അതുവരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. താൻ ഇവിടെ നിൽക്കായിരുന്നു, താനെന്ത് മാറി നിൽക്കുന്നേ? എനിക്ക് സ്വാമിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല സച്ചേട്ടാ. സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം വരെ അദ്ദേഹത്തിന് മനസ്സിലായ ലക്ഷണോ. ഉള്ളിലുള്ള പരിഭ്രമം ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. മനസ്സിൽ എന്താണോ അത് മുഖത്ത് അതേപടി കിടക്കും. അങ്ങനെയുള്ളപ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന കാര്യങ്ങളൊക്കെ അറിയാൻ അദ്ദേഹത്തിന് കൂടുതൽ എളുപ്പമാവും. അങ്ങനെയെല്ലാം മനസ്സിലാക്കി തന്നെ അതൊക്കെ നല്ലതിനായിരുന്നു എന്ന് മനസ്സിലാവില്ലേ? ചിലപ്പോ അങ്ങനെ മനസ്സിലായതുകൊണ്ടാവാം അദ്ദേഹം കൂടുതലൊന്നും വിട്ടുപറയാത്തെ. പിന്നെ എന്തൊക്കെയായാലും വലിയൊരു സമാധാനം കിട്ടിയില്ലേ? ഇനി കുറെ നാളത്തേക്ക് വിവാഹം എന്ന് പറഞ്ഞ് ഈ വീട്ടിലൊരു ടെൻഷനില്ലല്ലോ. ഒരു കണക്കിന് വാസ്തുദോഷം സന്ദീപിനെ ആദരിക്കുക ഒരു അനുഗ്രഹമായി എന്ന് വേണം പറയാൻ. താൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാം ഈശ്വരന്റെ അത്ഭുത പ്രവർത്തികളാ. ഇനി വൃന്ദാവനത്തിലും ഇതുപോലൊരു അത്ഭുതം നടക്കണം. നമ്മുടെ ഈ പകുതി ആശ്വാസം മുഴുവൻ ആശ്വാസത്തിലേക്ക് മാറണമെങ്കിൽ അവിടെ ആതിരയ്ക്ക് വേണ്ടി ഉറപ്പിച്ച വിവാഹത്തിൽ നിന്ന് അനൂപേടിനെ പിന്തിരിപ്പിച്ചേ പറ്റൂ. സന്ദീപിന്റെ വിവാഹ ദിവസം തന്നെ ആതിരയുടെ വിവാഹം നടത്തണമെന്നുള്ള വാശിയില്ല അനൂപേട്ടൻ.
എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് എന്നാണാവും നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റുന്നത്? ഒന്ന് മാറുമ്പോ അടുത്തത്. ഒരൊറ്റ തീർപ്പാക്കലിനുള്ള സാഹചര്യവും ഇതല്ല. ഒരു വ്യക്തമായ കാരണം പറഞ്ഞില്ലെങ്കിൽ അനുപേട്ട സമ്മതിക്കുകയില്ല. അർച്ചന, ഒരു വഴിയുണ്ട്. അല്പം വളഞ്ഞ വഴിയാ. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്താല് ചിലപ്പോ വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. എന്റെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയതാ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു മാസത്തിനകം ലോൺ എടുത്തോ കടം വാങ്ങിയോ ഞാനിത് നടത്താം. പക്ഷേ സന്ദീപിന്റെ വിവാഹം നടക്കുന്ന ദിവസം തന്നെ താലികെട്ട് നടന്നിരിക്കണം. ഇനി ആരും ഒന്നും പറയണ്ട. എല്ലാം ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. വാശി കാണിക്കുന്നവ കൊള്ളാം, പക്ഷെ എല്ലാരും കൂടി എന്റെ കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കരുത്. അയ്യോ അച്ഛാ, ജീവിതം നശിപ്പിക്കാനല്ല, ജീവിതം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത്. അവർക്കൊക്കെ ഒരു വിചാരമുണ്ട്. അവര് തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നും അതിലേക്ക് സന്ദീപില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും. ആ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് കരുതിയാ ഞാനും അനൂപേട്ടന്റെ കൂടെ നിൽക്കുന്നത്. ഇനി ആര് വിചാരിച്ചാലും ഈ വിവാഹം തടയാൻ പറ്റില്ല. അച്ഛൻ സച്ചേട്ടനും എന്താണ് എല്ലാരും കൂടെ ഒരു ഡിസ്കഷൻ? എന്താ അനുപേട്ട? ഞങ്ങളെ ആതിരയുടെ വിവാഹകാര്യം സംസാരിക്കുമായിരുന്നു. ഞങ്ങളത് ഉറപ്പിച്ചു. ആഹാ, നിങ്ങൾ എല്ലാരും കൂടി അങ്ങ് ഉറപ്പിച്ചോ? അത് കൊള്ളാലോ. ദയാനന്ദൻ മാഷിനും കമലയ്ക്കും മക്കളും 3. അതിലൊന്നാണ് ഞാൻ. ഞാൻ ഈ കാര്യമൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലോ. എന്നെ മറന്നുപോയോ എല്ലാവരും? പെറ്റമ്മ വരെ എന്നെ വിളിച്ചൊരു വാക്ക് പറയാത്ത സ്ഥിതിക്ക് എനിക്ക് ഈ വീട്ടിലും നിങ്ങളുടെയൊക്കെ മനസ്സിലും ഒരു സ്ഥാനമില്ലെന്ന് മനസ്സിലായി. പക്ഷെ എന്റെ അനിയത്തി എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ അറിയിക്കേണ്ടെന്ന് ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞത്. നീ അറിഞ്ഞാം ഇതിനിടയ്ക്ക് എന്തെങ്കിലും മുടക്ക് വർത്തമാനവുമായി നീ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് മുടക്കിയാ വീണ്ടും തൊലിയുരിഞ്ഞു പോവായിരിക്കും. ചേട്ടാ, ഇവിടെ ഇരിക്കെ. എന്റെ കുടുംബാംഗങ്ങൾ എന്നെ മറന്നു എന്ന് മാത്രമല്ല, ആദ്യത്തെ മര്യാദയും മറന്നു. ഇതെന്റെ വീടാ. ഇവിടെ എന്റെ വാക്കിനും വിലയുണ്ട്. സച്ചേട്ടൻ ഇരിക്കേ. ആതിരെ, ഇവിടെ ഇരിക്കെ. ഞാനിവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ടും സച്ചേട്ടൻ മിണ്ടാൻ നിന്നത് എന്താണെന്നറിയോ? അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കുടുംബകാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷേ
സച്ചേട്ടൻ ഇപ്പൊ എന്നോടൊപ്പം വന്നിരിക്കുന്നത് എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടിയാ, അല്ലാതെ പ്രശ്നത്തെ വഷളാക്കാൻ വേണ്ടിയല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മുവിന് ഇതെങ്ങനെ സാധിച്ചു? എന്റെ കുട്ടിക്ക് നടക്കാൻ കഴിഞ്ഞല്ലോ. സ്വാതി, നിങ്ങൾ എന്തോ പറയാതെ പോന്നേ? ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ കാഞ്ചന. എങ്കിൽ ഞങ്ങൾ ഈ വിവാഹം ഉറപ്പിക്കുകയായിരുന്നോ? നിങ്ങൾ വിദേശത്ത് പോയെന്നാ ഞങ്ങൾ കരുതിയത്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. താലികെട്ടിന് മുൻപ് ഞാൻ എന്റെ ചേച്ചിയെ നടത്തിച്ച് കതിർമണ്ഡപത്തിൽ കൊണ്ടുവരുമെന്ന്. നീ ആ വെല്ലുവിളി ഏറ്റെടുത്തു. എനിക്കതിന് കഴിഞ്ഞ നീ ഒഴിഞ്ഞു പോകാന്ന്. ഇനി വാക്ക് പാലിക്കേണ്ടത് നീയാ. വാക്ക് പറയാൻ നീ ആരാടി? നീ എന്തെങ്കിലും വിളിച്ചു കൂവിന്ന് വെച്ച് ഞങ്ങൾ അത് അംഗീകരിച്ചു തരണോ? രണ്ട് കുടുംബങ്ങൾ ചേർന്ന് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം ഇത്. അല്ലാതെ ബാല്യക്കാരിയല്ല വാക്ക് പറഞ്ഞത്. പണിക്കരെ, എന്റെ മകൾ സഞ്ജനയുടെയും നിങ്ങളുടെ കൊച്ചുമകൻ സഞ്ജുവിന്റെയും വിവാഹം നിശ്ചയിക്കുമ്പോ ഇങ്ങനെ വല്ല ഉടമ്പടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ മംഗലശ്ശേരി ഗംഗാധര പണിക്കർ പറയണം. ഈ കല്യാണം ആലോചിക്കുമ്പോഴും ഉറപ്പിക്കുമ്പോഴും സഞ്ജുവിനൊരു മുറപ്പെണ്ണുള്ള കാര്യമൊന്നും ആരും ചർച്ച ചെയ്തില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാ മുറപ്പെണ്ണെന്നും പറഞ്ഞ് ഒരുത്തിയുടെ കയ്യും പിടിച്ച് മംഗലശ്ശേരിയിലെ ജോലിക്കാരി കേറി വന്നത്? ഗംഗാധര പണിക്കർ ഒന്ന് പറഞ്ഞേ. വേണ്ട മമ്മി, ഇനി ആരും ഒന്നും സംസാരിക്കണ്ട. ഇത് ഞാൻ ഏറ്റെടുത്ത വെല്ലുവിളിയാ. ഇനി സഞ്ജുമായുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ കാണിച്ചാ മതി. എടുക്ക, നീ കാണിച്ചാ മതി. കാണിക്ക. ഞാൻ തരില്ല. വിശാൽ, വിശാൽ എന്താ കാണിക്കുന്ന? വീട് വിശാൽ, എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഇതിലൊന്നുമില്ല വിശാൽ. വിശാൽ, ഇതാണ് ആ വീഡിയോ.
ഇപ്പോ പാർവതി പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. വിശാലിന് അവന്റെ അമ്മയോടുള്ള സ്നേഹം ഒട്ടും കുറച്ച് കാട്ടാത്ത വിധമാവണം ഗായത്രി ദേവിയുടെ ചരമവാർഷികം നടത്തേണ്ടത്. വിശാലിന്റെ മനസ്സിന് തൃപ്തിയാവണം. പ്രതാപ, പണത്തെക്കുറിച്ച് ആലോചിക്കണ്ട, എല്ലാം വളരെ നന്നായി നടത്തണം. വിശാലേ, വീഡിയോ കണ്ടിട്ട് നീ എന്തു പറയുന്നു? ഈ കുടുംബത്തിനെതിരെ ഞങ്ങൾ എന്താ പറഞ്ഞത്? എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത്? അമ്മയുടെ ചരമവാർഷികം എങ്ങനെ നന്നായി നടത്താമെന്നല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തത്. അതെങ്ങനെയാ വിശാലെ ഒരു മോശം കാര്യമാവുന്നേ? അത് നന്മയുള്ളൊരു കാര്യമല്ലേ? വിശാലേ, ഇനിയെങ്കിലും നീ കഥയറിയാതെ ആട്ടം കാണരുത്. ശരിക്കും ഇതിന്റെ പേരില് നിന്നെ ഞാൻ ശകാരിക്കുക വേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. പാർവതി പറഞ്ഞതൊക്കെ അന്ധമായി നീ വിശ്വസിച്ചു. അതാണ് നീ ചെയ്ത തെറ്റ്. കാര്യമൊക്കെ ശരി തന്നെ. ഇതൊരു നല്ല വീഡിയോ അല്ലേ? ഇതെന്തിനാ ജാസ്മിൻ മറച്ചു പിടിക്കാൻ നോക്കിയത്? ഇതിൽ എന്തോ പ്രശ്നം ഉള്ളതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഓഡിയോയും വീഡിയോയും തമ്മിൽ സിങ്ക് ആവാത്ത പോലെ. മതി മതി, നിർത്ത്. ഇതിവിടെ അവസാനിപ്പിക്ക്. വിശാലിനും പാർവതിക്ക് എന്തോ ഒരു അബദ്ധം പറ്റി, അതങ്ങ് ക്ഷമിക്കുക. എന്നിട്ട് എല്ലാവരും അവനവന്റെ പണി നോക്കി പോവുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് മനസ്സിലാക്കണം, ആന്റിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയും അങ്കിളിനെ എന്റെ സ്വന്തം അങ്കിളിനെ പോലെയാണ് ഞാൻ കരുതുന്നത്. ഈ കുടുംബമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധമില്ലാത്ത എന്നെ ഇവിടുത്തെ മരുമകളായിട്ട് കാണുന്ന ആന്റി അങ്കിളിനെയും ഞാൻ ചതിക്കാനോ? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ കണ്ട ദൈവങ്ങളാ. നിർത്ത് നിന്റെ പാണം പാട്ട്. എന്നിട്ട് ചോദിച്ചതിന് മാത്രം മറുപടി പറയേ. പറയാം പറയാം പറയാം. അന്ന് ആന്റി വളരെ അടിപൊളിയായിട്ടുള്ളൊരു സാരി ഉടുത്തിരുന്നത് സൂപ്പർബായിരുന്നു. ആ സാരിയില് ആന്റിയെ വെച്ചത് റീല് ആന്റി അറിയാതെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ സത്യത്തില് ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷെ അപ്പോഴാണ് നിങ്ങൾ ഗായത്രിയമ്മയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അത് കേട്ടപ്പോ ഞാൻ എക്സൈറ്റഡ് ആയി. എന്നാ പിന്നെ അതുകൂടെ റെക്കോർഡ് ചെയ്യാന്ന് കരുതി. അതെ, അധികം അഭിനയൊന്നും വേണ്ട. നീ പറഞ്ഞതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിക്കണം അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്കത്ര വിശ്വാസം പോരാ. പ്രതാപ, ഇവള് പറയട്ടെ. ശരി, നീ പറഞ്ഞത് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ നീ ഇങ്ങനെ രഹസ്യമായിട്ട് എടുത്ത വീഡിയോയെ കുറിച്ച് പാർവതി എങ്ങനെ അറിഞ്ഞത്? അതാ ഞാനും ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഒരു ഐഡിയ ഇല്ല. അവളിത് എങ്ങനെ അറിഞ്ഞൂന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല ആന്റി. കള്ളം പറയരുത് നീ. അയ്യോ, എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം. എനിക്ക് അറിയില്ല. നിന്റെ ഫോൺ വല്ലതും അവളെടുത്ത് നോക്കിയായിരുന്നോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാനെങ്ങാൻ മുറിയിൽ വെച്ചിട്ട് പോയപ്പോ അവളത് എടുത്തു നോക്കിയോന്ന് എനിക്ക് അറിയില്ല.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാർവതിയല്ല, അവളേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവള് വിചാരിച്ചാൽ പോലും ഈ പ്രഭാവതിയെ വീഴ്ത്താനാവില്ല. ശത്രു മനസ്സിൽ കാണുമ്പോ അത് മാനത്ത് കണ്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നവളാണ് പ്രഭാവതി. ആന്റി എന്താ ഒന്നും മിണ്ടാത്തെ? ആന്റി ഇപ്പോഴും എന്നെ അവിശ്വസിക്കുകയാണോ? എനിക്ക് നിന്നിൽ ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നീ നശിപ്പിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിന്റെ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടില് വലിയൊരു അഭിമാനം ഉണ്ടായി. അതിന് നിന്നോട് പ്രത്യേക നന്ദിയുണ്ട്. നീ പൊയ്ക്കോ. ഇറങ്ങിപ്പോടി. പ്രഭാവതി, ഗായത്രി ദേവിയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം ഈ വീഡിയോയുടെ ഓഡിയോ മാറ്റിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ ഒറിജിനൽ വീഡിയോ എന്റെ പെൻഡ്രൈവിൽ ഇപ്പോഴും സേഫാ. ആവശ്യം വരുമ്പോ ഞാനതൊരു ആയുധമായിട്ട് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് മറ്റൊരാൾക്ക് പണയം വെക്കുകയെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, അന്ന് ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അപ്പുവിന്റെ ജീവൻ അതായിരുന്നു ഞങ്ങൾക്ക് അന്ന് വലുത്. ഓക്കെ സമ്മതിച്ചു. എന്തായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ആ അരുന്ധതിയുടെ കടം ഞാൻ വീട്ടാം. എന്നുവെച്ചാൽ പൊട്ട എഗ്രിമെന്റ് ഞാൻ പിൻവലിപ്പിക്കാം. എന്താ? അങ്ങനെ ദൈവം തന്ന നിന്റെ ശബ്ദം വെച്ച് വിസ്മയ സ്റ്റാർ ആകണ്ട. അത് ഇനി ഞാൻ സമ്മതിക്കില്ല. അരുന്ധതി വിളിക്ക്, എവിടെ ഉണ്ടോ ചോദിക്കേ. ഇനി താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അച്ഛാ, സാറേ ഒന്നും തോന്നരുത്. അത് ഞങ്ങളായിട്ടുണ്ടാക്കിയ കടവാ. ഞങ്ങൾ തന്നെ തീർത്തോളാം. ഇവിടെ ശ്യാമയുടെ കാര്യത്തിൽ ഞാനൊന്നും നീയൊന്നും നോക്കണ്ട. ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പറയാ. സാറ് തെറ്റിദ്ധരിക്കരുത്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. സാറ് മറിച്ചൊന്നും വിചാരിക്കില്ലേ. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ ശ്യാമ മറ്റാർക്കും വേണ്ടി പാടുന്നില്ല. ഇനി ശ്യാമ പാടുന്നത് ശ്യാമയ്ക്ക് വേണ്ടി മാത്രം. അത് മതി. എന്ന് പറഞ്ഞാൽ ശ്യാമയുടെ ശബ്ദം ശ്യാമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ശരി അച്ഛാ. പിന്നെ എന്നാൽ ഞാൻ ഇറങ്ങി ആക്കിയെ കൂടെ ഒന്ന് കാണണം. അയ്യോ അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ സാർ ഇതിനൊന്നും തെറ്റുകാരനല്ല. അത് ഞാൻ അവനോട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അച്ഛാ, മോളെ, നിന്റെ ആക്കിയുടെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് അവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. അച്ഛാ, അതെങ്ങനെ ശരിയാവും? അമ്മ ആ ടെൻഷനൊന്നും നീയും ആക്കി തലയെ വലിച്ച് കേട്ടണ്ട. വസുവിനെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. എന്നാലും അച്ഛൻ അത് ഒരെന്നാലും ഇല്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ആ പിന്നെ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് ഞാൻ വലിയൊരു പ്രഖ്യാപനം നടത്താൻ പോവുക. എല്ലാവരും, പ്രത്യേകിച്ച് വസു പോലും ഞെട്ടിപ്പോകുന്ന ഒരു പ്രഖ്യാപനം.
മികച്ച ഒരു ഗായികയാണ് ശ്യാമയൻ. അന്ന് മുതൽ വസുവിന് മോളോട് സ്നേഹം മാത്രമല്ല, ആരാധനയും തുടങ്ങും. നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മോൾക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും, എന്തും. എനിക്കറിയാം അതിനെന്താ വേണ്ടതെന്ന്. ഇനി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ഞാനത് നടത്തിയിരിക്കും. നോക്കിക്കോ. എന്റെ മോന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒന്ന് കാണാൻ വന്നതാണ്. അച്ഛനെന്നെ കളിയാക്കിയതാണല്ലേ? കളിയാക്കാനോ? എന്തിന്? ഈ പച്ചക്കറി കട നടത്തുന്നതിനോ? കോട്ടും സൂട്ടും കാറും ഓഫീസുമായി നടന്ന എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടായല്ലോ. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്ത് ജോലി ചെയ്യുന്നു എന്നതിലല്ല കാര്യം, അതെങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അതിനോടുള്ള സ്നേഹം, ആത്മാർത്ഥത, അർപ്പണബോധം, അതാ പ്രധാനം. ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം എന്റെ മോനുണ്ട്. അച്ഛനെന്ന നിലയിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. മതിയച്ച, അച്ഛൻ്റെ ഈ വാക്കുകൾ അത് മാത്രം മതി. എനിക്ക് ഇനിയും മുന്നോട്ട് പോവാൻ. ആ, ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോയിട്ട് വരിക. അവിടെ വലിയൊരു അത്ഭുതം നടന്നു. അത്ഭുതം? എന്തത്ഭുതം? ഞാൻ ഫംഗ്ഷനെ കുറിച്ച് ലേറ്റ് ആയിട്ടാ ചെന്നു. അപ്പോ ഒരു പെൺകുട്ടി നിന്ന് പാടുകയാണ്. എന്താ ഒരു ശബ്ദം, എന്താ ഒരു ഭാവം. ആ പാട്ടുകാരി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എന്നിട്ടെന്താ, പാട്ട് തീർന്നപ്പോൾ ഞാൻ അറിയാതെ ഞാൻ കൈയടിച്ചു പോയി. പിന്നെ അവിടെ ശരിക്കും കരഘോഷമായിരുന്നു. ഞാൻ നേരെ ആ പാട്ടുകാരി കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളെ തോളിൽ കൈവച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഇവൾ എന്റെ മകന്റെ ഭാര്യയാണെന്ന്, എന്റെ മകളാണെന്ന്. അങ്ങനെ എന്റെ അഖിമോൻ അച്ഛൻ പോലും അറിയാതെ കാത്തു സൂക്ഷിച്ച രഹസ്യം ഒടുവിൽ ഞാൻ കണ്ടെത്തി. അച്ഛാ, അത് ഞാൻ ഒന്നും പറയണ്ട. എടാ, നമ്മുടെ ശ്യാമ ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാനും കൂടെ അറിയേണ്ടതായിരുന്നു. അച്ഛാ, അതിനിടയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ടായി. അതാ ഞാൻ അച്ഛനോട് പറയാതിരുന്ന. വേണ്ട, ഇനി വിശദീകരിക്കൊന്നും വേണ്ട. എല്ലാ ഇഷ്യൂസും എനിക്കറിയാം. ഞാൻ ശ്യാമയുടെ അച്ഛനെ അമ്മയും കണ്ട് സംസാരിച്ചിട്ട് വരിക. എടാ, ഇക്കാര്യത്തിൽ ഞാൻ തെറ്റി പറയുന്ന അവരെയല്ല, നിന്നെയാ. നീ ഇത് അറിഞ്ഞ നിമിഷം ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കണമായിരുന്നു. അത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. എന്തായാലും ഇതുവരെ നടന്നു. ഇനിയും ആ ഫൂളിഷ് അഗ്രിമെന്റിന്റെ പേരിൽ ശ്യാമയുടെ ഭാവി നശിപ്പിക്കരുത്. ഇനിയെങ്കിലും അവൾ ലോകമറിയുന്ന പാട്ടുകാരിയാവണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ ഗുഡ് നൈറ്റ്. ഇല്ല മേഘനാഥ, ഒരിക്കലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കില്ല. ആ ജീവനാന്തം ഒപ്പം കൊണ്ടു നടക്കേണ്ട ഭാര്യയെ കൊന്നു തള്ളിയിട്ട് അവളുടെ അനുജത്തിയിലേക്ക് കണ്ണു പായിക്കുന്ന നിന്റെ ഈ ജന്മം മരിക്കും മുമ്പ് തന്നെ നരകത്തിലേക്ക് വീഴുമെന്ന് ഉറപ്പാ. ചെയ്ത പാപങ്ങളുടെ നരക സഞ്ചാരത്തിന് ഒരുങ്ങാൻ നിനക്ക്. ഈ ഭൂമിയിൽ
ഇനി നിന്റെ ആശകളൊന്നും സഫലമാകാൻ അനുവദിക്കില്ല ഞാൻ. രാധയെ നേടാനുള്ള നിന്റെ മോഹം ഉളയിലേക്ക് അരിഞ്ഞു പോകും. എന്റെ മകനെ എന്റെ അനിയത്തി രാധ വളർത്തും. അവൾക്കിഷ്ടമുള്ള, അവൾ മനസ്സ് നിറഞ്ഞു പ്രണയിച്ച പുരുഷനോടൊത്തു തന്നെ അവൾ ജീവിക്കും. നിനക്ക് കിട്ടാൻ പോകുന്നത് നരകത്തിലെ തീപ്പൊള്ളലുകൾ മാത്രം. എന്താടോ താൻ ഓഫീസിൽ വന്ന് ഒറ്റക്കാലി താമസാണോ? താങ്ക് യു പ്രസാദേട്ടാ, താങ്ക് യു വെരി മച്ച്. ആഹാ, ഇതെന്താ മാഡം പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ ഒരു കൈതൊഴിലും താങ്ക് യു വെരി മച്ച് ഒക്കെ? ആര് പറഞ്ഞു കാര്യമില്ലെന്ന്? ഈ വിവാഹ തീരുമാനം ഞാൻ എടുക്കുന്നത് എന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയല്ലെന്ന് പ്രസാദേട്ടന് അറിയാലോ. ആരതിയും മുരളി ഒന്നാവാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു അത്. ശരി, ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാ. അതെ, ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ പ്രസാദേട്ടന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ വേരുറപ്പിച്ച ചില ഇഷ്ടങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോ അങ്ങനെ മനസ്സിൽ നനച്ചു വളർത്തുന്ന ആ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി എന്റെ ഒപ്പം നിന്ന് തന്നതിനുള്ള തീർത്താ തീരാത്ത കടപ്പാട് നന്ദിയോ എന്റെ ഈ കൈകൂപ്പലും താങ്ക് യു വെരി മച്ചും. ഏയ് പ്ലീസ്, അങ്ങനെയൊന്നും ഫോർമാലിറ്റി പറയണ്ട അഞ്ജലി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാ. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഒപ്പം ഏതായാലും ഒരു കാര്യം അഞ്ജലിക്ക് വിശ്വസിക്കാം, എന്നും എപ്പോഴും അഞ്ജലിയുടെ തീരുമാനങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. ഇത് വെറൊരു വാഗ്ദാനമല്ല, മനസ്സുറപ്പിച്ചു തരുന്ന വാക്കുറപ്പാണ്. ഈ പ്രസാദിന്റെ വാക്കുറപ്പ്. സന്തോഷമായി പ്രസാദേട്ടാ. ഈ വിവാഹത്തിന് മുമ്പ് തന്നെ പ്രസാദേട്ടൻ എന്റെ ഏതോ സ്വന്തക്കാരനാണെന്നുള്ള കരുതലായിരുന്നു എനിക്ക്. നിർണായക ഘട്ടങ്ങളിൽ ഒരു സഹായത്തിന് എങ്ങോട്ട് കൈനീട്ടാമെന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും തെളിയുന്ന മുഖവും പ്രസാദേട്ടന്റേത് തന്നെയാണ്. ഇനിയിപ്പോ പ്രസാദേട്ടൻ എന്റെ സ്വന്തമാണെന്ന അറിവോടെ തന്നെ പ്രസാദേട്ടനെ സമീപിക്കാമല്ലോ. അതിനാണ് എന്റെ ഈ കൈകൂപ്പലും താങ്ക് യു വെരി മച്ചും. അയ്യോ ആയിക്കോട്ടെ, ഒരേ ഡയലോഗ് ആവർത്തിച്ച് ബോറാക്കണ്ട. കവിവാക്യം പറഞ്ഞ ഇനി നമുക്ക് പരസ്പരം ഊന്നുവടികളായിരിക്കാം. അഞ്ജലിക്ക് താങ്ങായി ഞാനും, എനിക്ക് താങ്ങായി അഞ്ജലിയും. ഓക്കെ? അഞ്ജലി, അഞ്ജലി. ആ സീതമ്മേ, ദാ വരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കട്ടെ. ശരി, പോയിട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓർമ്മയുണ്ട് എന്നെ? ഉണ്ട്. അന്നത്തെ കൂട്ടുകാരി എവിടെ? ഇപ്പൊ കൂട്ടുകാരി ഉപേക്ഷിച്ച് പുതിയ കൂട്ടുകാരനെ സംഘടിപ്പിച്ചോ? അത് അല്ല സർ. സർ നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അമ്മ ഇവന്റ്സിലെ പ്രസാദേട്ടന്റെ അനിയനാണ്, ഹരി. ഓ, അന്ന് എക്സ് മേയർ ഉപേന്ദ്രവർമ്മ സാറിന്റെ മകളുടെ വിവാഹത്തിൽ വെച്ച് കണ്ടിരുന്നു. ഓ, ഐ സീ. നൈസ് ടു മീറ്റ് യു. ഐ എം നാഥൻ. ചേട്ടനൊക്കെ സുഖം തന്നെയല്ലേ? സുഖമായിരിക്കും സർ. പിന്നെ പ്രസാദേട്ടന്റെ ഇവന്റ്സില് ഫുഡ് സപ്ലൈ ചെയ്യുന്ന അഞ്ജലി ചേച്ചി അറിയില്ലേ? അറിയാം, പറഞ്ഞറിയാം, പക്ഷെ കണ്ടിട്ടില്ല. പ്രസാദേട്ടൻ അഞ്ജലി ചേച്ചി വിവാഹം കഴിച്ചു. ഓ, ഗുഡ് ന്യൂസ്. പക്ഷേ ഞാൻ വിചാരിച്ചത് അവര് നേരത്തെ തന്നെ കല്യാണം കഴിച്ചവരാണെന്ന്. ഏയ് ഇല്ല സർ, ജസ്റ്റ് നോ. അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില ചടങ്ങുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗിലായിരുന്നു ഞങ്ങൾ. ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വലിയ സന്തോഷം. ഏതായാലും കണ്ടതല്ലേ, ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഓട്ടോ കാത്തു നിന്ന് വെറുതെ മെനക്കെടണ്ട. മാത്രമല്ല നവവധൂവരന്മാരെ എനിക്കൊന്ന് ആശംസിക്കുകയും ചെയ്യാലോ. അയ്യോ വേണ്ട സർ, സാറിന് ബുദ്ധിമുട്ടാവും. ഇവിടെ പെട്ടെന്ന് ഓട്ടോ കിട്ടും. ഹരിയേട്ടാ, സാറിന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല കുട്ടി, കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. അതെ അതെ, ആര്യ സാറിന് ബുദ്ധിമുട്ടില്ലെന്ന് പറയുമ്പോ നമുക്കെന്താ പ്രയാസം?
വാ വാ, വരൂ 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 വരൂ. Come on. ഈശ്വര, ഇയാള് വീട്ടിൽ വന്നിട്ട് നവദമ്പതികളെ കാണാൻ ആവശ്യപ്പെടും. പ്രസാദേട്ടനും ചേച്ചി ഇറങ്ങി വരും. ഇയാൾ ചേച്ചിയെ കാണും. ചേച്ചിക്ക് മാത്രമല്ല, പ്രസാദേട്ടനും അത് അപകടമാവും. എന്താ ആലോചിച്ച് നിൽക്കുന്ന ആര്യെ? വാ ഇങ്ങോട്ട്, സാറ് ക്ഷണിച്ചതല്ലേ. നമുക്ക് കാറിൽ പോവാം. വാ. കേറ്. ആര്യക്ക് സാറിനെ വേണ്ടത്ര പരിചയമില്ല, അതിന്റെ ഒരു മടിയുണ്ട്. ഏയ്, ഇറ്റ്സ് ഓക്കെ. സാർ ഇവിടെ തന്നെയാണോ? ഇടയ്ക്ക് നാട്ടിലേക്ക് പോകാറില്ലേ? ഇപ്പോ നാട്ടിൽ പോകാറായിട്ടില്ല. ഇവിടെ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്യാനുണ്ട്. എന്നിട്ട് നാട്ടിലേക്ക് പോകും. സാറിനോട് എന്ത് പ്രശ്നങ്ങൾ? നമുക്ക് ഇടപെടാൻ പറ്റുന്ന വല്ല പ്രശ്നങ്ങളും ആണെങ്കിൽ. ഏയ്, സ്ട്രിക്ട്ലി പേഴ്സണൽ. ഓ, എന്നെ കബളിപ്പിച്ച് കിടന്ന ചിലരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കാന്. അതിനുള്ള അന്വേഷണത്തില ഞാനിപ്പോ. അത് നന്നായി. നമ്മളെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരെ വെറുതെ വിടരുത് സാർ. കൂമ്പടച്ചിടി കൊടുക്കണം. അതാണ് അതിനുള്ള മറുപടി. കൊടുത്തു കളയാം, ആദ്യം കിട്ടട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ കാണാനാ വന്നത്. എനിക്ക് നിങ്ങളെ കാണണ്ട. പക്ഷേ എനിക്ക് നിന്നെ കാണാതെ പറ്റില്ലല്ലോ. എന്തിനാ നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നേ? നീ എന്റെ കൂടെ വരണം. നിന്റെ അച്ഛൻ നിന്റെ കാര്യങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുക. എന്റെ അച്ഛന് എന്റെ അമ്മയെക്കാളും നിങ്ങളെയാണോ വിശ്വാസം? നിങ്ങൾ കാരണം എന്റെ അമ്മ മരിച്ചു, എന്റെ അച്ഛൻ ജയിലിലായി. ഇപ്പൊ എന്നെ കൊണ്ടുപോയി നിങ്ങൾ വന്നിരിക്കുന്നു. എന്നാ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല മോളെ. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് മടങ്ങി വരുന്നവരെ നിന്റെ സംരക്ഷണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ എന്റെ ആരാ? ആരുമല്ല. ഞങ്ങളുടെ കുടുംബം തകർത്തിട്ട് നാണമില്ല ഇങ്ങനെ വന്ന് നിൽക്കാൻ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്ത? ഇതുവരെ ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത എന്നോട് എന്തിനാ ഇത്ര വിരോധം? ഞാനാണ് നിന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിന്ന് നിനക്ക് എങ്ങനെ അറിയാം? ദേ, നീ വിചാരിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റാണ്. നീ എന്തൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയാലും നിന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് സാധിക്കില്ല. നീ എന്നെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്നെ അപമാനിച്ചാലും കുഴപ്പമില്ല. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ ഈ ഫ്ലാറ്റിലെ അസോസിയേഷനിലെ പ്രസിഡന്റാ. വരണം സാർ. മനസാക്ഷി ഞെട്ടിച്ചൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാരും പരാതിയും പറയുന്നുണ്ട്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഫ്ലാറ്റ് ഒഴിഞ്ഞു കിട്ടണം. കുട്ടി, ഈ ഫ്ലാറ്റ് ഇപ്പൊ തന്നെ ഒഴിഞ്ഞു പോയേ പറ്റൂ. പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ഈ കുട്ടി ഈ രാത്രി എങ്ങോട്ട് പോവാനാ? അതെന്റെ വിഷയമല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ബന്ധുവാണെങ്കിൽ ഈ കുട്ടി ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് പോകൂ. ഞാൻ ജനിച്ചപ്പോ മുതൽ ഇവിടെയാ. ഇതെന്റെ വീടാ. ഞാൻ എവിടേക്കും പോവില്ല. എന്നാ പിന്നെ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞോട്ടെ സർ. നേരം പുലരുമ്പോ ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ ഒരു രാത്രി ക്ഷമിക്കാം. നാളെ രാവിലെ ഫ്ലാറ്റ് ഒഴിഞ്ഞിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നന്ദിനി കാരണം ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്ത് ചെയ്താലും ഏത് ചെയ്താലും നന്ദിനി ചെയ്യുന്ന പോലെ ആവണം. എന്തിനാ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നേ? ഞങ്ങൾക്ക് നന്ദിനെ പോലെ ആവാൻ പറ്റില്ല. ഏതു നേരം നന്ദിനി നന്ദിനി നന്ദിനി. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാൽ അത് കുഴപ്പം. അവൾ എങ്ങോട്ട് പോകുന്നതിനും എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അവൾ എവിടെയാ എന്തിനാ പോയതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മേലാൽ ഇതുപോലെ നിന്ന് വിഷം വിളമ്പരുത്. നന്ദിനി ആരാണെന്നും എന്താണെന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഞാൻ ചവിട്ടി പുറത്താക്കും. അമ്മേ, സാവിത്രിയടുത്ത് പറഞ്ഞതിലൊരു കാര്യമില്ലേ? നന്ദിനിയടുത്ത് പോയിട്ട് ഇപ്പൊ 2 ദിവസമായില്ലേ? പോയ കാര്യം ഇതിനകം കഴിഞ്ഞു കാണുമല്ലോ. പിന്നെന്താ വരാൻ വൈകുന്നേ? അവളുടെ ഒരു കൂട്ടുകാരി മരിച്ചുപോയി. അവൾ അങ്ങോട്ട് പോയിരിക്കുക. അതാ വരാൻ താമസിക്കുന്നത്. അതറിയായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ഓരോന്നിനും ഓരോ സന്ദർഭം വരാതെ പറയാൻ പറ്റുമോ? അതെ സാവിത്രി. സാവിത്രി ഇങ്ങനെ കരയാതെ സാവിത്രി. സ്വന്തം അമ്മയല്ലേ ഇതല്ലേ ഇത്? പോട്ടെ. അമ്മയ്ക്ക് സ്വന്തം മകളായ എന്നോടല്ല ഇഷ്ടം, അവളോടാ. ആ നന്ദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ എതിർത്ത് പറഞ്ഞ അപ്പൊ അമ്മയല്ലേ തല്ലും. ഇതൊരു പതിവായിരിക്കും. അമ്മ ചേച്ചിയെ തല്ലിയത് തീരെ ശരിയായില്ല. അതും നന്ദിനി എടുത്തിട്ട് കാര്യത്തില്. സ്വന്തം അമ്മയല്ലേ സാവിത്രി തല്ലിയത്? നീ ഇത് മറന്നുകളാ. അമ്മയ്ക്ക് മുത്തശ്ശിയുടെ അടി കിട്ടിയോ? എങ്കിലത് ദേവമ്മയെ കുറ്റം പറഞ്ഞതിനായിരിക്കും. എന്തിനാ അമ്മേ ആ പാവത്തിനെ കുറ്റം പറയുന്നത്? അല്ലെങ്കിൽ എനിക്കറിയാവിടാ, നിനക്ക് എന്നെക്കാൾ സ്നേഹം ആ ദേവമ്മയോടാണെന്ന്. പെറ്റമ്മയ്ക്ക് തല്ലു കിട്ടിയാലും നിനക്ക് നോവില്ല. ദേവമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് പൊള്ളും. അതെ, എനിക്ക് അമ്മയെക്കാളും സ്നേഹം ദേവമ്മയോട് തന്നെയാ. നിന്നെ പെറ്റു വളർത്തിയത് ഞാനാ, അല്ലാതെ അവളല്ല. ഒന്ന് നിർത്താൻ. നിങ്ങൾ അമ്മയും മോനും തമ്മിൽ ഇക്കാര്യത്തിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട. ഞാൻ വഴക്കിനൊന്നും വന്നതല്ല അച്ഛാ. എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ. സന്തോഷ വാർത്ത എന്താ മോനെ? ഞങ്ങളെല്ലാം കേക്കട്ടെ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക. അയ്യോ, നമ്മളെ ഒരു അപ്പൂപ്പനമ്മൂമ്മയാ പോകുന്നു. മോനെ ഈ വീട്ടിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണല്ലോ കേട്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.